Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1258 മലയാളം മാങ്ക എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, എനിക്കറിയാം നന്നായിട്ട് താമസിച്ച്. ഇൻഫാക്ട് അടുത്ത ലീഗ്സ് വരെ വരാറായി. പക്ഷേ ഞാൻ ഇത്രയും താമസിക്കാൻ കാരണം വീക്കെൻഡ് ഞാനൊരു ട്രിപ്പ് പോയതുകൊണ്ടായിരുന്നു. സോ ഒന്ന് റിലാക്സ് ആകാനൊക്കെ ട്രിപ്പ് പോയതാണ്. നമ്മളെന്തായാലും ഇപ്പോൾ പഴയ എനർജിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഇനി മുതൽ നമ്മുടെ വീഡിയോസൊക്കെ പക്കയായിരിക്കും. സോ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്ററിന്റെ പേര് റോക്സ് വേഴ്സസ് ഹാൾ എന്നാണ്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ കവർ പേജിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ യാമറ്റോ ഒരു ഗ്രേവിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ് യാമറ്റോ ഒരു ഗ്രേവ് വിസിറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഗ്രേവ് എന്ന് പറയുന്നത് കൊസൂക്കി മോറിയുടെയാണ്. ആൻഡ് ഈ ഒരു പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. പണ്ട് നമ്മുടെ കായുടെയും മോറിയായിട്ട് നടന്നത് വെറും ഒരു ചെറിയൊരു ഫൈറ്റ് അല്ലായിരുന്നു. അതൊരു ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു. അതായത് നമ്മുടെ വാനുയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു. അതുമാത്രമല്ല, ആ ഫൈറ്റിൽ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഗെക്കോ മോറിയ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. അതുമാത്രമല്ല, ഗെക്കോ മോറിയയും വാനു തമ്മിലുള്ള കുറേയധികം കണക്ഷൻസിൻ്റെ പിറകിലെ കഥകളും ഈ ഒരു കവർ പേജിൻ്റെ പിന്നിൽ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഓടെ ഇനിയും നമുക്ക് ഇൻഫോർമേഷൻ തരുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓരോ ജാക്സനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയായിട്ട് പലരും പറയുന്നുണ്ട്, ക്യാപ്റ്റൻ റോജർ താങ്കൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഷാക്കിയപ്പ് എന്തായാലും പുതിയൊരു ബാർ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ കിടന്ന് ബഹളം വെക്കുവാണ്. പക്ഷേ നമ്മുടെ റോജറിൻ്റെ മൂടായിട്ട് ആകെപ്പാട് ഓഫായി കിടക്കുകയാണ്. പുള്ളിക്കാരൻ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ ടൈമിൽ ബാക്കിയുള്ളവർ വീണ്ടും കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഷാക്കിയുടെ ലൊക്കേഷൻ അറിയാല്ല, നമുക്ക് എന്തായാലും അവിടെ മരുന്ന് പോകണമെന്ന് നോക്കാം. അപ്പോൾ ബാക്കിയുള്ളവർ വീണ്ടും പറയുന്നുണ്ട്, ആ ഐലൻഡ് കുറച്ച് സീനാണ്, കാര്യം അത് റോക്സിൻ്റെ കൺട്രോളാണുള്ളത്. ഈ ടൈമിലാണ് പെട്ടെന്ന് നമ്മുടെ ഗബാൻ വന്ന് റെയിലിനെ പിടിച്ചിട്ട് പറയുന്നത്, അല്ല റെയിലി, എനിക്കെന്തായാലും മനസ്സിലായില്ല, റോജറിൻ്റെ മൂഡ് എന്തായാലും ഓഫായി കിടക്കണം. പക്ഷേ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ക്യാപ്റ്റൻ്റെ ക്യാബിനിൽ നിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ, എന്ത് പറ്റി, അവിടെ എന്താ നിങ്ങൾ സംസാരിച്ചത്? പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മൾ റെയിലി ഇപ്പോൾ പറയുന്നുണ്ട്, റോജർ സത്യം പറഞ്ഞാൽ ഞാനിത് ആരോടും പറയേണ്ടതാണ് കരുതിയത്, പക്ഷേ നിന്നോടെന്തെങ്കിലും പറയാൻ തീരുമാനിച്ചു. ഈ സംഭവം നമ്മുടെ കുജാ പരേഡ്സുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തില്ല, അതിനു മുമ്പ് എനിക്കിത് കിട്ടിയതാണ്. അപ്പോൾ തന്നെ റോജർ കിടന്ന് കാറുന്നുണ്ട്. ഞാൻ ഓർത്തത് ഷാക്കിയാക്കി ഇനി എന്തെങ്കിലും ഇൽനെസ് ഉള്ള കാരണമായിരിക്കും അവൾ ക്യൂട്ട് ചെയ്തതെന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അവളുടെ ഹെൽത്തിനെ പറ്റി എന്തുമാത്രം വറി ചെയ്തു. എന്നാൽ ഈ നോട്ടുമായിട്ട് നീ എത്ര നേരം ഇവിടെ ഇരുന്നു, നീ ഞങ്ങളോടൊന്നും പറഞ്ഞത് പോലും ഇല്ല. അത് പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിചാരിക്കുമെന്ന് ഓർത്തിട്ടാണ്. സംഭവം വരുന്നില്ല, റെയിലിയുടെ ഇരിക്കുന്ന നോട്ടെന്ന് പറയുന്നത് ഷാക്കിയാക്കുവിൻ്റെ ഒരു ലവ് ലെറ്റർ പോലെയാണ്. അവളുടെ അടുത്തേക്ക് വരാനാണ് ആ ഒരു ലെറ്റർ പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇതെന്തായാലും ലവ് ലെറ്റർ തന്നെയാണ്. എന്നിട്ട് റോജർ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിതൊന്നും കണ്ടിട്ട് ടെംപ്റ്റേഷൻ ഒന്നുമില്ലേ? അല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും എന്നെ ആരും പിടിച്ചു വെക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രസന്റ് ആണ്. നമ്മുടെ റോജർട്ട വീണ്ടും പഴയ മൂലയ്ക്ക് വന്നിട്ടുണ്ട്. റോജർ കിടന്ന് കാറുന്നുണ്ട്. എന്തായാലും ഞാൻ തോറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, എന്തായാലും തട്ടിയെടുക്കുന്നതും തട്ടിപ്പറിക്കുന്നതും നമ്മുടെ പൈലറ്റ്സിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. സോ എല്ലാവരും റെഡിയാക്കിയോ, നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പോകുവാണ്. ആൻഡ് ഇത് കേട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹാപ്പി. ചുരുക്കം പറഞ്ഞാൽ റോസിന്റെ ആ ക്രൂ തന്നെ ഓണായിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നേരെ മുന്നോട്ട് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് സമയം മുമ്പുള്ള ഒരു കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 40 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ മറിജിയോസ് ഗാർലിംഗ്. നീ ശരിക്കും മുന്നോട്ട് പോകുന്നെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞതല്ല. എൻ്റെ ലാസ്റ്റ് ജേർണി ഇപ്പോൾ എൻ്റെ ആയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റൊരു കാര്യത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ആണ് ഞാനൊരു പർട്ടിക്കുലർ ഐനിലേക്ക് എത്തിപ്പെട്ടത്. അതാകട്ടെ ഒരു അൺഅഫിലേറ്റഡ് നേഷൻ കൂടിയാണ്. അതും അവരുടെ ഓണുള്ള ഒരു യൂണിക് കൾച്ചറും ഉണ്ട്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് വേൾഡ് ഗവൺമെൻറ്റുമായിട്ട് അവർ ജോയിൻ ചെയ്യണമെന്നാണ്. പക്ഷേ എനിക്കൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് വരികയാണ്, ആ ഒരു ഐലൻഡ് ശരിക്കും റിസോഴ്സസ് ഫുള്ളാണ്. അത് നമുക്ക് എങ്ങനെ പോയാലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഒരിക്കലും ആലോചിക്കാത്ത ഒരു കാര്യം കൂടെ ഞാൻ അവിടെ വെച്ച് കണ്ടുപിടിക്കുകയുണ്ടായി. അതേപോലെ ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പ് വരാം, ദി ഗ്രേറ്റ് വൺ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്കവറി ഇഷ്ടപ്പെട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ്ലി ഗോഡ് വാലിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാക്കിയുടെ ബാറാണ്. ആ ബാറിലേക്ക് കയറാനായിട്ട് ഒരു വലിയൊരു ക്യൂ തന്നെയുണ്ട്. പല പൈലറ്റ്സും അവിടേക്ക് വരാറുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്താകട്ടെ ഒരുത്തം പറയുന്നുണ്ട്, ഞാൻ നോർത്ത് ബ്ലൂയിൽ നിന്നാണ് വരുന്നത്, ഞാൻ നിൻ്റെ വിസ്കി കുടിക്കാനും അതേപോലെ നിൻ്റെ സ്റ്റൂ കഴിക്കാനാണ് വന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷാക്കിനെ ഒന്ന് അനക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ പറയുകയും ചെയ്യും, ഞാനെന്തായാലും നിങ്ങളെപ്പോലെ അവർക്കൊന്നും ഫുഡ് ഉണ്ടാക്കി തരുന്നില്ല, പിന്നെ നീ പറഞ്ഞ വിസ്കി എന്നും പറഞ്ഞിട്ട് ആ വിസ്കി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഷാക്കി നമ്മുടെ റോക്സിനോട് ചോദിക്കുന്നുണ്ട്, അല്ല റോക്സ് ഇതെന്ത് പറ്റി, നീ ആകെപ്പാട് ഫുൾഫിൽ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്നോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നിൻ്റെ ഇത് പോയോ? ഈ ടൈമിലാട്ടെ ബിഗ് മം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്നു കയറിയ പിന്നെ അതങ്ങനെയാണ്,
ഈ ടൈമിലുള്ള റോക്സ് പറയുന്നുണ്ട് ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ, നിന്നോട് പറഞ്ഞതല്ലേ ഇതൊരു സീക്രട്ട് ആണെന്ന്. ഇതെല്ലാവരും ബക്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്. ഈ സമയത്ത് സ്റ്റൂസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പൊട്ടന്മാരൊക്കെ ഇങ്ങനെയാണ്, അതൊരു പെണ്ണ് വന്നു കയറിയോണ്ട് മാത്രമല്ല അതൊരു അച്ഛനാകാൻ പോകുന്ന സന്തോഷം കൂടിയാണ്. ഈ ടൈമിൽ പെട്ടെന്നാണ് റോജനും ബാക്കിയുള്ളവരും കൂടെ ചാടി നിന്റെ അകത്തേക്ക് വന്നത് ഷാക്കിന്നും വിളിച്ചോണ്ട്. ഈ ടൈമിലായിട്ട് റോക്സ് പോയി പറയുന്നുണ്ട്, റോജർ നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതാണ് ഇത് എൻ്റെ ഐലൻഡ് ആണെന്ന്, നീ മിണ്ടാതിരിക്കും, ഞാൻ ഇവിടെ കസ്റ്റമറായിട്ട് വന്നതാണ്, നിനക്കറിഞ്ഞൂടെ ഷാക്കിയുടെ ബാറിൽ ഫൈറ്റ് ചെയ്യാൻ പാടില്ലെന്ന്. ആ ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല പുറത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ നീ എൻ്റെ അടുത്ത് ക്യൂവോ, അത് ശരിയാണ് വലിയ ലൈൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനതെല്ലാം പെരുമാറിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് അവിടെയുള്ള എല്ലാവരും കൂടെ താഴെ വീണ് കിടക്കാനാണ്. ചുരുക്കം പറഞ്ഞാൽ റോജർ അവിടേക്ക് വന്ന് അവന്മാരെല്ലാവരും ഡിഫീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഷാക്കിയുടെ ബാറിലേക്ക് കയറിയത് തന്നെ. അതുമല്ല റോജറിന്റെ ക്രൂയും കൂടെ വന്നപ്പോൾ അവിടെയുള്ള ബഹളം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ബേർഡും അവിടുന്ന് നൈസിസ് കൂട്ടാകുന്നുണ്ട്. ഈ ടൈമിലായിട്ട് ഷാക്കി ഒന്ന് ചോദിക്കുന്നുണ്ട്, അല്ല റോജർ റേ എന്തേ. അവൻ എന്തായാലും എന്താ മേലെ അങ്ങോട്ട് പറയാണ്, അതുകൊണ്ട് അവൻ ഷിപ്പിൽ റെസ്റ്റ് എടുക്കുവാണ്. ഈ ടൈമിൽ പെട്ടെന്നായിരുന്നു നമ്മുടെ ഗ്ലോറിയസ് വന്ന് നമ്മുടെ റോജറിനെ കെട്ടിപ്പിടിക്കുന്നത്. അവസാനം നീ വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോജർ പറയുന്നുണ്ട്, ഒന്ന് മാറി നീക്കി, എനിക്ക് എന്തായാലും നിന്റെ വിത്ത് ഇൻട്രസ്റ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവളുടെ നേരെ ചൂടാകുകയും ചെയ്യും. എനിക്ക് ഷാക്കിനെ മാത്രം മതി എന്ന് പറയുകയും ചെയ്യും. അപ്പം തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അതെന്ത് കോപ്പ് പുറത്താണെന്ന് നീ പറയുന്നത്, അതെന്ത് ലോജിക്കാണ് നീ പറയുന്നത്. എന്നാൽ നമ്മുടെ ഷാക്കിയുടെ അത് പാസ് ചെയ്തിട്ട് അവിടെ നിന്ന് നൈസ് പോകുന്നുണ്ട്. ഈ ടൈമിലൂടെ റോജർ പറയുന്നുണ്ട്, അല്ല ന്യൂ ഗേറ്റ് ഇവിടെ ഇല്ലേ, എനിക്ക് അവനായിട്ടൊന്ന് കൂടിയ കൊള്ളാമെന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവളുടെ ബിഗ് മോം പറയുന്നത് അവനിപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് ആ ഒരു ഐലൻഡിന്റെ ഫുൾ വ്യൂ ആണ്. അവിടെ പറയുന്നുണ്ട് ഷാക്കിയുടെ ബാർ എന്ന് പറയുന്നത് കുറച്ച് സേക്രഡ് പ്ലേസ് പോലെയായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഫൈറ്റ് ഫോർബിഡൻ ആയിരുന്നു. എത്ര വലിയ റൈവൽസ് ആണെങ്കിലും ആ ബാറിൽ വെച്ച് ആരും തന്നെ ഫൈറ്റ് ചെയ്യാറില്ല. പക്ഷേ എന്നാൽ കടലിൽ വെച്ച് കണ്ടാൽ അത് എൻ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽബഫാണ് ലോക്കിയായിട്ട് ഒരു മരത്തിൽ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ മരവും പൊട്ടി അവരെല്ലാവരും തെറിച്ച് പോകുന്നത്. ഇതിന് മറ്റൊന്നും അല്ലായിരുന്നു, നമ്മുടെ റോക്സും ഹാലുള്ള ആ ഒരു ഫൈറ്റ് കാരണമായിരുന്നു. എന്നിട്ട് റോക്സും ഹാലും ഒരേപോലെ തന്നെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് റോക്സ് ചോദിക്കുന്നുണ്ട്, നീ എന്ത് മണ്ടത്തിലാണ് കാണിച്ച ഹാൾ, ഗവൺമെൻറ് നിന്റെ സൈഡിലേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഞാൻ എന്തായാലും അതിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് നിന്റെ സുഹൃത്തിനെ കൊന്നിട്ട് നിനക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഹാൾ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ റോക്സ് ആയിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുവാണ് ഹാൽ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെയൊക്കെ അവർ വെറും ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. കുറച്ച് നാൾ കഴിയുന്നിടത്ത് നിന്നെ അവർ സ്ലേവ്സ് ആക്കി നിങ്ങളെ സോൾജേഴ്സ് എന്ന് വിളിക്കുകയും ചെയ്യും. നിന്റെ പ്രൈഡോടെ, നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ പ്രൈഡോടെ, ആ വാരിയേഴ്സിന്റെ പ്രൈഡോടെ അതെല്ലാം പോയോ, നീ അവരുടെ ഫ്രണ്ടിൽ മുട്ടുമടക്കിയോ. പെട്ടെന്നായിട്ട് ഹാറിൽ അവനെ അറ്റാക്ക് ചെയ്ത് പറയും ചെയ്യും, മിണ്ടിപ്പോയിട്ട് നിനക്കൊരു കോപ്പം അറിയാമല്ല. ശരിയാണ്, ഈ വാരിയേഴ്സിന് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പണ്ട്, വയലൻസ് ഒക്കെ പണ്ട്, ഇപ്പം ഞങ്ങൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനും കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൾ ഓർക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ്. അതായത് നേരത്തെ ഹാൾ കുറച്ചധികം മനുഷ്യരെ രക്ഷിച്ചല്ലോ. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ഹാൾ എനിക്കറിയാം നീ ശരിക്കും നല്ല ഒരു വ്യക്തിയാണെന്ന്, പക്ഷേ ഞങ്ങൾക്കൊരിക്കലും നിന്നോട് ദേഷ്യമില്ല. പക്ഷേ ജയൻസിനെ ശരിക്കും ഞങ്ങൾക്ക് ഇപ്പോഴും, സത്യം പറഞ്ഞാൽ ജയൻസിനെ ഞങ്ങൾക്ക് ഇപ്പോഴും പേടി തന്നെയാണ്. കാര്യം പണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേര് ഇവിടേക്ക് വന്ന് ഈ നേഷൻ തന്നെ തലകുത്തി നിർത്തിയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പേടിയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, റോക്സ് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ, സെലസ്റ്റിയൽ ഡാൻസ് എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അതൊന്നും എനിക്ക് പറഞ്ഞുണ്ട്, പക്ഷേ അവർക്ക് ആ പവറുണ്ട്. എൽബഫിനെ ഈ ലോകത്തിലുള്ള ബാക്കിയുള്ള കൺട്രീസുമായിട്ട് പിടിച്ചു നിർത്താൻ, ഒരേപോലെ നിർത്താൻ പറ്റുമെന്ന് അവരെനിക്ക് വാക്ക് തന്നതാണെന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് നമ്മുടെ റോക്സിന് ദേഷ്യമായിട്ട് ഹാലിനെ ഒരു വലിയൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. നിർത്തിക്കോ, എല്ലാം തീർന്ന്, എല്ലാം ഇവിടെ കൊണ്ട് തീർന്ന്, ഞാൻ ഇനി ഒരിക്കലും നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിലെന്ന് പറഞ്ഞിട്ട് റോക്സ് കിടന്ന് കാറുന്നുണ്ട്. ഈ സമയത്ത് ഹാളിലും പറയുന്നുണ്ട്, ഞാനും ഒരു രാജാവാണ്, ഞാനൊരിക്കലും നിന്റെ മുമ്പിൽ തോക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനും കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു ബാറ്റിൽ അങ്ങനെ പൊക്കൊണ്ടേയിരുന്നു. ആര് ജയിച്ചെന്ന് തോറ്റൊന്നും പറയാൻ സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലോക്കിയാണ്. ലോക്കിയായിട്ട് ന്യൂസ് ഇരുന്ന് വായിക്കുന്നത്, അത് കുറേ അധികം റോക്സിനെ പറ്റിയുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഈ ടൈമിൽ നമ്മുടെ ഇഴ പറയുന്നുണ്ട്, റോക്സ് എന്നാലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല ലോക്കി. ഈ സമയത്തായിട്ട് അവൻ നമ്മുടെ ഇഴയുടെ നേരെ വഴക്കിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വെസ്റ്റ് ബ്ലൂ ആണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഗോഡ് വാലി. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഒരു ടെൻഷനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെയാണ് നിന്റെ മക്കളും, നിന്റെ അതേ മുടി തന്നെ വാർത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അച്ഛൻ എന്തായാലും ഇവിടെയില്ല, സോ അദ്ദേഹം വരുന്നവരെ ഞങ്ങൾ എന്തായാലും ഇതിനെ പൊന്നു പോലെ നോക്കുന്നതായിരിക്കും. പറഞ്ഞതുപോലെ ഇവർക്ക് ഏതെങ്കിലും പേര് നീ കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഞാൻ പേരുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരാൾ ഷാങ്സും മറ്റേയാൾ ഷാംറോക്കുമാണ്. അങ്ങനെ ഷാങ്സിൻ്റെ ഷാംറോക്കിൻ്റെ കുട്ടിക്കാലം, അതായത് അവരുടെ ജനന സ്ഥലവും എല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഇല്ല, അതിനർത്ഥം നാളെ തന്നെ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ സ്പോയിലേഴ്സ് കിട്ടുന്നതായിരിക്കും. സോ അത് മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ സെക്കൻഡറി ചാനലും നമ്മുടെ പേജും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.